കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ സന്ധ്യാസമയം വീണ്ടും പതിവ് പോലെ ദൈവവചനം ധ്യാനിപ്പാനായി കർത്താവിൻ്റെ പൊന്നുപാദപീഠത്തിൽ വന്നു ചേരുവാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരാകുന്ന നിങ്ങളെ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പകൽ സമയത്തെ ബന്ധപ്പാടുകൾക്ക് ശേഷം സമാധാനത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പെട്ടെന്ന് തന്നെ തിരിപ്പാനായി താല്പര്യപ്പെടുന്നു. എബ്രായ ലേഖനമാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ എബ്രായ ലേഖനം 1-2 അധ്യായങ്ങൾ അല്പമായിട്ട് ചിന്തിപ്പാനും ധ്യാനിപ്പാനും ദൈവം നമ്മളെ സഹായിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ 3-ാമത്തെ അധ്യായം അല്പം തുടങ്ങുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. അതിൻ്റെ പ്രാരംഭ വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ശ്രദ്ധിപ്പാൻ കഴിഞ്ഞത്. 1-ാമത്തെ വാക്യത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോഴും. ആകയാൽ ഇന്ന് തുടർന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. ഈ 3-4 അധ്യായങ്ങൾ എന്നുള്ളത് തന്നെ എബ്രായ ലേഖനത്തിലെ 2-ാമത്തെ വാണിംഗ് പാസേജാണ്. 2-ാമത് മുന്നറിയിപ്പ് നൽകുന്ന വേദഭാഗമാണ് 3-4 അധ്യായങ്ങൾ. ഇതിനു മുൻപ് 1-2 അധ്യായങ്ങളിൽ വളരെ വിശദമായിട്ട് ദൈവവചനത്തെ കുറിച്ച് അല്ലെങ്കിൽ യേശു കർത്താവിനെ കുറിച്ച് പല കാര്യങ്ങൾ വിശദമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഓദറിൽ കൂടെ, ഈ ഗ്രന്ഥകാരനിൽ കൂടെ, അല്ലെങ്കിൽ ഈ ലേഖനം എഴുതിയ, ഈ പ്രസംഗം എഴുതി അയച്ച ദൈവഭൃത്തിൽ കൂടെ പല കാര്യങ്ങൾ കർത്താവിനെ കുറിച്ച് അവർക്ക് തെളിയിച്ചു കൊടുത്തു. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ ഒരു മുന്നറിയിപ്പ് അവിടെ നൽകുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-4 അധ്യായങ്ങളിൽ പ്രധാനമായിട്ട് 2-ാമത്തെ അധ്യായം 4 വാക്യങ്ങളിൽ ആ മുന്നറിയിപ്പ് ഒതുങ്ങുന്നുവെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഈ 3-4 അധ്യായങ്ങൾ പൂർണ്ണമായും, ഏകദേശം പൂർണ്ണമായിട്ടും ഒരു വാർണിംഗ് പാസേജാണ്, മുന്നറിയിപ്പ് നൽകുന്ന ഒരു വേദഭാഗം. അങ്ങനെ ആ മുന്നറിയിപ്പ് നൽകുന്നതാകുന്ന ആ വേദഭാഗത്ത് ഈ ദൈവഭൃത്യന്റെ ഈ സഹോദരങ്ങളെ കുറിച്ചുള്ളതാകുന്ന തന്റെ ആൻസൈറ്റി, തനിക്ക് അവരെ കുറിച്ചുള്ളതാകുന്ന ആശങ്ക, അവരെ കുറിച്ചുള്ളതാകുന്ന പ്രതീക്ഷകൾ, ഇതെല്ലാം വളരെ വ്യക്തതയോടെ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ദൈവവചനം കേൾക്കുകയും അത് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വാൺ ചെയ്യുന്നു. നിശ്ചയമായിട്ടും ഈ വാണിംഗ് പാസേജസ് അന്നെന്ന പോലെ ഇന്നും വളരെ പ്രസക്തമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു വന്ന വിഷയം അല്പമൊന്ന് പറയും. എന്നാൽ അതിനു മുൻപ് ഈ കാര്യങ്ങൾ അല്പം ചിലത് പറഞ്ഞിട്ട് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് പെട്ടെന്ന് താല്പര്യപ്പെടുക. ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. നമ്മുടെ സമയം കുറച്ചൊന്നല്ല, എങ്കിലും നമുക്ക് അധികം വിശദമായി പറയുവാൻ നേരമില്ല. എങ്കിലും വളരെ ശക്തമാകുന്ന മുന്നറിയിപ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ നൽകുകയാണ് ഈ 2 അധ്യായങ്ങളിൽ. അങ്ങനെ മുന്നറിയിപ്പ് നൽകാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നത് ഒരു പഴയ നിയമ വേദഭാഗം തന്നെയാണ്. ഈ 3-ാമത്തെ അധ്യായം അതിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ 95-ാം സങ്കീർത്തനം 7 മുതൽ 11 വരെയുള്ള വേദഭാഗം തന്നെയാണ്. 95-ാം സങ്കീർത്തനത്തിൽ ആ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ആ വേദഭാഗം ഒന്ന് ഉദ്ധരിച്ചിട്ട് താഴോട്ട് അതിനെ ബേസ് ചെയ്താണ് ഈ കാര്യം ഞാൻ പറയുന്നത്. അതിന്റെ 3-ാമത്തെ അധ്യായവും മുഴുവനും 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ളതാകുന്ന വാക്യങ്ങളും 95-ാം സങ്കീർത്തനം 7 മുതൽ 11 വരെയുള്ളതാകുന്ന
വാക്യങ്ങളുടെ ഒരു എക്സ്പോസിഷനും ഒരു വിശദീകരണവും ഒരു വ്യാഖ്യാനവും അത് 1-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ദൈവസഭയിലുള്ള ഈ സഹോദരങ്ങളോടുള്ള ബന്ധത്തില് അതെത്രത്തോളം ബാധകമാണെന്നും ദൈവവചനത്തിന്റെ ആ ഡേ ടു ഡേ ആപ്ലിക്കേഷൻ, ആ കണ്ടംപററി ആപ്ലിക്കേഷൻ, സമകാലീനമാകുന്ന അതിന്റെ സ്വാധീനം, അതിന്റെ പ്രസക്തി, അതിന്റെ റെലവൻസ്, ആ കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുകയാണ്. ഈ 4-ാമത്തെ അധ്യായം തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാല് അതിന്റെ 12-13 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതിന്റെ ആ പിണക്കളിലേക്ക് വരിക, അതിന്റെ ആ ഏറ്റവും ഉന്നതമാകുന്ന അവസ്ഥയിലേക്ക് വരിക. ദൈവവചനത്തിന് നമ്മെ കീറി മുറിപ്പാനും നമ്മെ ജഡ്ജ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളെ ന്യായം വിധിപ്പാനും നമ്മളെ വിവേചിപ്പാനും നമ്മൾ ആരാണെന്ന് വ്യക്തതയോടെ നമ്മളെ കാണിക്കാനുമുള്ള ദൈവവചനത്തിന്റെ ശക്തിയെ കുറിച്ച് പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിച്ചിട്ട് അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നോക്കുക, അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പറയുക. ഇത്ര കഠിനമായിട്ട് ഞാൻ സംസാരിച്ചെങ്കിലും സഹോദരങ്ങളെ, നിങ്ങളുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന നല്ല ഒരു പുരോഹിതനുണ്ട്, മഹാപുരോഹിതനുണ്ട്. അതുകൊണ്ട് ആ പുരോഹിതന്റെ അടുത്തേക്ക് നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃപ കിട്ടും. എന്തിനാ കൃപ കിട്ടുന്നത്? ഇത്ര സീരിയസ് ആയിട്ടുള്ള ഈ ദൈവവചനം നിങ്ങൾക്ക് അനുസരിപ്പാനുള്ള കൃപ കിട്ടും, കൃപ കിട്ടും. പലരുടെയും ചിന്ത എന്നാണെന്നറിയാമോ? ഈ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് ഏറ്റവും അടിസ്ഥാനപരമാകുന്ന ഏകദേശം 1 വർഷത്തോളം യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന ആ വേദഭാഗം മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ അതിൽ നിന്ന് ശുശ്രൂഷിക്കുകയുണ്ടായി. പലരുടെയും ഫീഡ്ബാക്കുകൾ എനിക്ക് കിട്ടിയത്, വാട്ട് ഈസ് ദിസ്? ഇത് വല്ലതും പ്രായോഗികമാകുന്ന കാര്യമാണ്? ഒട്ടും പ്രായോഗികമല്ല. പക്ഷെങ്കിൽ ഇത് പ്രായോഗികമാണ്. എപ്പോഴാ പ്രായോഗികം? ഇത് അരുളി ചെയ്തവനെ സമ്പൂർണമായി ആശ്രയിക്കുന്നതിൽ കൂടെ മാത്രമേ ഇത് പ്രായോഗികമാകുന്നുള്ളൂ. അപ്പോൾ ഈ വാണിംഗ് പാസേജ് പറഞ്ഞിട്ട് ഈ കർത്താവിനെ ആശ്രയിപ്പാൻ നമുക്ക് മനസ്സിലാത്തത് കൊണ്ടാണ് ദൈവവചനം പ്രായോഗികമല്ലെന്ന് പലർക്കും തോന്നുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ അവസാനമായിട്ട് ആ 4-ാമത്തെ അധ്യായത്തിന്റെ അവസാനം ആ ശ്രേഷ്ഠ മഹാപുരോഹിതനെ കുറിച്ച് പറഞ്ഞിട്ട്, നിങ്ങളുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന നല്ലൊരു മഹാപുരോഹിതനാണ്, കൃപ കിട്ടാനായിട്ട് അങ്ങോട്ട് ചെന്നോണം, വേറെ അങ്ങോട്ട് പോകേണ്ട. ഇത് പറഞ്ഞാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് ആ 2 അധ്യായങ്ങളെ കുറിച്ച് പൊതുവായിട്ടൊരു വീക്ഷണം ഞാൻ നൽകി എന്നേ ഉള്ളൂ. ആകട്ടെ, നമ്മൾ മടങ്ങി വരാൻ പോവുകയാണ്. ഈ 1 മുതൽ 6 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിപ്പാനായിട്ട് പോകുകയാണ്. കഴിവുള്ളിടത്തോളം പെട്ടെന്ന്. ഈ 1 മുതൽ 6 വരെയുള്ളതാകുന്ന വേദഭാഗങ്ങൾ, എബ്രായ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ, യേശുക്രിസ്തു മോശയെക്കാളും ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വിഷയം. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. കഴിഞ്ഞ ആഴ്ചയിൽ ആ കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ കാര്യം പറയുന്നത്? അത് മുകളിൽ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ എന്ന് പറഞ്ഞ് ആ കാര്യം ബന്ധപ്പെടുത്തി. ഇന്നതുകൊണ്ട് ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ യേശുക്രിസ്തു മോശയെക്കാളും ശ്രേഷ്ഠനാണ്. മോശയെ കുറിച്ച് പറയാനുള്ള സാഹചര്യം നമ്മൾ കണ്ടു. ഇത് യഹൂദ ക്രിസ്ത്യാനികളോടാണ് ഈ കാര്യം പറയുന്നത്. അവരുടെ ചരിത്രത്തിൽ അബ്രഹാം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് അവരുടെ പാരമ്പര്യത്തിൽ യഹൂദന്മാര് കരുതുന്നത് മോശയാണ്. അപ്പൊ മോശയെക്കാളും യേശുക്രിസ്തു ശ്രേഷ്ഠനാണ്. ഈ പുതുനിയമം പഴയ നിയമത്തെക്കാളും ശ്രേഷ്ഠമാണ് എന്ന് പറയണമെങ്കിൽ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായിരുന്ന
മോശയെക്കാളും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത പറയണം. അതുകൊണ്ടാണ് മോശയെ കുറിച്ച് ഇവിടെ പറയുന്നത്. എന്നാൽ ഈ കാര്യം പറയുമ്പോൾ ഞാനത് 6 വാക്യങ്ങൾ നിങ്ങളുടെ പഠനത്തിന് സഹായമായിട്ടൊന്ന് പറഞ്ഞിട്ട് അതിന്റെ ആ സ്റ്റെപ്സ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. സ്തോത്രം. ഇതിന്റെ 1-2 വാക്യങ്ങളിൽ പ്രധാനമായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചും മോശയെ കുറിച്ചുമുള്ളതാകുന്ന താരതമ്യവും അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു മുഖവിരയാണ് കൊടുക്കുന്നത് 1-2 വാക്യങ്ങളിൽ. 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിന് മോശയെക്കാളും ഉള്ള അധിക ശ്രേഷ്ഠതയെ ഉറപ്പിച്ച് പറയുക. The author assert the superiority of Jesus Christ over Moses. 3-ാമത്തെ വാക്യത്തിൽ അതിനെ ഉറപ്പിച്ച് പറയുക. അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പ്രധാനമായിട്ട് 3-ാം വാക്യത്തിൽ ആ ഉറപ്പിച്ച് പറഞ്ഞ കാര്യത്തിന്റെ വിശദീകരണം പറഞ്ഞു. മനസ്സിലായോ? 1-2 വാക്യങ്ങളിൽ അതങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. മോശയെയും യേശു ക്രിസ്തുവിനെയും ഉള്ളതാകുന്ന ആ കമ്പാരിസൺ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിന് ശേഷം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ കൺവിക്ഷനോടുകൂടെ, വളരെ ബോധ്യത്തോടുകൂടെ യേശു ക്രിസ്തു മോശയെക്കാളും ശ്രേഷ്ഠനാണ് ഈ കാര്യം പറഞ്ഞു. അതിന്റെ ശേഷം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായിട്ട് അതിന്റെ വിശദീകരണം, എന്തുകൊണ്ട് യേശു ക്രിസ്തു മോശയെക്കാളും ശ്രേഷ്ഠൻ, വിശദീകരണം. അങ്ങനെ വിശദീകരിച്ചു വരുമ്പോൾ 6-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് അതിന് ഈ പറഞ്ഞ വിശദീകരണത്തിന് 6 വാക്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളുടെ പ്രസക്തി എന്താണ് പറഞ്ഞു. മനസ്സിലായോ? ആ ഉപദേശത്തിന്റെ പ്രസക്തി പ്രായോഗികമായിട്ട് ഈ എബ്രായ വിശ്വാസികളോടും നമ്മളോടുമുള്ള ബന്ധത്തിൽ വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ജീസസ് ബീയിങ് സുപ്പീരിയർ ടു മോസസ്, അതിന്റെ റെലവൻസ് മനസ്സിലാക്കണേ. നമ്മൾ പുതിയ നിയമത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വിഷയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചു. അതായത് തുടർന്ന് അല്പം ഒന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ പുതിയ നിയമം പഴയ നിയമത്തെക്കാൾ എന്ന് പറഞ്ഞാൽ, പഴയ നിയമം എന്ന് ഉദ്ദേശിക്കുന്നത് ആ വേദപുസ്തക ഭാഗങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പഴയ നിയമം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിയോട് അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതിയോട് ദൈവം ചെയ്ത ഉടമ്പടി, കവനന്റ്, അതാ പഴയ നിയമം എന്ന വാക്കിനാൽ ഞാൻ ഉദ്ദേശിച്ചത്. പുതിയ നിയമം എന്ന് പറയുമ്പോൾ ഈ 27 പുസ്തകങ്ങളല്ല ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് പഴയ നിയമം അബ്രഹാമിനോടും അല്ലെങ്കിൽ അവരുടെ സന്തതി പരമ്പരയോടും ചെയ്ത ഉടമ്പടിയാണ് പഴയ നിയമമെങ്കിൽ, പുതിയ നിയമം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ എല്ലാവരോടും ചെയ്ത, അല്ലെങ്കിൽ വ്യക്തിപരമായി ആ ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന, അബ്രഹാമിന്റെ സന്തതിയെന്നോ യവനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരോടുമുള്ളതാകുന്ന ദൈവത്തിന്റെ ഉടമ്പടി ബന്ധം. ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഒന്ന്, ഒരു എത്തനിക് ഗ്രൂപ്പിനോടാണ് ദൈവം ഉടമ്പടി ചെയ്തതെങ്കിൽ, പുതിയ നിയമം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ജാതിയോടൊന്നുമല്ല, സകലരോടും, അതിരുകളില്ല, ജിയോഗ്രാഫിക്കൽ ബൗണ്ടറീസ് ഇല്ല. ആ കാര്യങ്ങൾക്ക് അതീതമായിട്ട് it transcends all the geographical boundaries. അതിനതീതമായിട്ട് എല്ലാവരോടും ചെയ്തതാകുന്ന ഉടമ്പടി. പഴയ നിയമവും ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാനുണ്ട്. രക്തത്താലാണ് റാറ്റിഫൈ ചെയ്തതെങ്കിൽ, രക്തത്താലാണ് അതിന്റെ റാറ്റിഫിക്കേഷൻ വന്നത്. ആ ഉടമ്പടി സീൽ ചെയ്തത്, ഉറപ്പിക്കപ്പെട്ടത് രക്തം ചൊരിഞ്ഞാണെങ്കിൽ,
പുതിയ നിയമവും അങ്ങനെ തന്നെയാ ഉറപ്പിക്കപ്പെട്ടത്. എങ്ങനെ? യേശു ക്രിസ്തുവിന്റെ നിർമ്മലവും നിർദോഷവുമാകുന്ന ആ തിരുരക്തം ചൊരിഞ്ഞ് ഉറപ്പിക്കപ്പെട്ടു. അപ്പോൾ പഴയ നിയമത്തെക്കാളും പഴയ ഉടമ്പടിയേക്കാളും പുതിയ ഉടമ്പടി എല്ലാ തരത്തിലും ശ്രേഷ്ഠമാണെന്ന് പറയുമ്പോൾ, പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായിരുന്ന മോശയുടെ പ്ലേസ് എന്താണെന്നൊന്ന് പറയണം. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന യേശു ക്രിസ്തു ആരാണെന്നും കൂടെ പറയണം. പറയുന്ന മനസ്സിലാകുന്നത് അതാണ് ഈ വേദഭാഗത്ത് ഈ ദൈവമക്കളോടുള്ള ബന്ധത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ഈ പഴയ നിയമം പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തത് കൊണ്ട് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പങ്ങളെ കുറിച്ച് ഞാൻ ചിലതൊക്കെ പറഞ്ഞു. പഴയ നിയമം പ്രധാനമായിട്ട് മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളാണെന്നും അതിര് വെച്ചുള്ളതാകുന്ന നദി മുതൽ സമുദ്രം വരെ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളതാകുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് നമ്മൾ കാണുന്നു. ശിഷ്യന്മാര് അങ്ങനെ ധരിച്ചിരുന്നു ഒരു കാലത്ത്. പക്ഷേ കർത്താവ് പറഞ്ഞ അങ്ങനെയല്ല, ഇത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും പിന്നെ ഭൂമിയുടെ അറ്റത്തോളം. അപ്പോൾ പുതിയ നിയമം എന്നുള്ളത് ആ പഴയ നിയമ അതിർവരമ്പുകളും ഭൗമികമായിട്ടുള്ള അതിരുകളുടെയും അപ്പുറത്താണ്, ശ്രേഷ്ഠമാണ്. ആ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച രണ്ട് കാര്യം മനസ്സിലാക്കിയുണ്ടായി. ഒന്ന്, ഈ സഹോദരന്മാരെ വിളിക്കുമ്പോൾ ഒന്നാം വാക്യം ശ്രദ്ധിച്ചാൽ, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, by their nature they are holy. അവരുടെ സ്വഭാവം അനുസരിച്ച് അവര് വിശുദ്ധരാണ്. എന്തുകൊണ്ടാണ്? 2:11 നമ്മൾ കണ്ടു, അവർ വിശുദ്ധീകരിക്കപ്പെട്ടു. ദൈവത്തിന് വേണ്ടി അവരെന്ത് ചെയ്തു? വേർതിരിക്കപ്പെട്ടു. 2, അവര് സഹോദരന്മാരാണ്. അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കുന്നില്ല. ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തു ആദ്യജാതനായി, ജ്യേഷ്ഠ സഹോദരനായി, ക്രിസ്തുവിന്റെ സഹോദരന്മാരാണ് നമ്മൾ. 2, അന്യോന്യമുള്ള സഹോദര്യ ബന്ധം. ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചതാകുന്ന വിഷയം സ്വർഗീയ വിളിക്ക്. അപ്പൊ സ്വർഗീയ വിളിയ പഴയ നിയമം ഇവരെ സംബന്ധിച്ചിടത്തോളം it was an earthly calling. Earthly calling with all the earthly things. പഴയ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണേ. നമ്മുടെ ഇടയിൽ ഈ കാര്യം മനസ്സിലാകാത്തതുകൊണ്ട് ഒത്തിരി പെശകുകളുണ്ട്. പഴയ നിയമം അല്ലെങ്കിൽ ആ പഴയ ഉടമ്പടി എന്ന് പറയുന്നത് ആ എർത്തിലി കോളിംഗ് ദേശം ഈ കാര്യങ്ങളെല്ലാമാണ്. ഞാൻ പറഞ്ഞു, ആ കൂട്ടത്തിൽ ഞാൻ പറയുകയുണ്ടായി, ആവർത്തന പുസ്തകം 28 നമുക്ക് ആപ്ലിക്കബിൾ അല്ല. അതിന്റെ സ്പിരിച്വൽ ട്രൂത്ത് മാത്രമേ എടുപ്പാൻ നമുക്ക് അധികാരമുള്ളൂ. വളരെ കൃത്യം. എന്നെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമാക്കി ഞാൻ ആ കാര്യം തരാം, വളരെ വ്യക്തതയോടെ. എനിക്ക് ആ കാര്യത്തെ കുറിച്ച് ഭയങ്കര ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിളിച്ചു പറയുന്നത്. ആകട്ടെ, അപ്പോൾ ഫ്രം മെറ്റീരിയൽ ടു സ്പിരിച്വൽ there is a clear swing. വ്യക്തമാകുന്ന ഒരു മാറ്റമുണ്ട്, വ്യക്തമാകുന്ന മാറ്റം. ആ മാറ്റം മനസ്സിലാകാൻ വേണ്ടി ഞാൻ 1-2 വാക്യങ്ങളൂടെ വായിച്ച് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങള് ഇത് നമ്മുടെ ഉള്ളിൽ ഒന്ന് വ്യക്തമായിട്ടൊന്ന് ഉറക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ പറയും വളരെ വ്യക്തതയോടെ. ആ കാര്യം ഒന്ന് മനസ്സിലാക്കണേ. നമ്മള് ഈ പൊതുവെ ഈ വിതയെ കുറിച്ചും കൊയ്ത്തിനെ കുറിച്ചും ഒക്കെ പറയാറുണ്ട്. വിതയെ കുറിച്ചും കൊയ്ത്തിനെ കുറിച്ചും ഒക്കെ പറയാറുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ ഭൗതിക വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ 1 വെച്ചാൽ 10 കിട്ടുമെന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇടയിലുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഏതാണ്ട് വലിയ ബ്ലേഡ് കമ്പനി ഏതാണ്ട് നടത്തുന്നെന്നാണ് പലരുടെയും ചിന്ത. അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അത് കാര്യം വളരെ വ്യക്തതയോടെ മനസ്സിലായി. ദൈവം ബ്ലേഡ് കമ്പനി നടത്തുന്നില്ല. മനസ്സിലാക്കണേ.
ഒന്ന് വെച്ചാൽ 10 കിട്ടുമെന്ന് പറയുന്ന മുച്ചീട്ട് കളിക്കാരന്റെ കൂട്ടല്ല ദൈവം. ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രയാസം തോന്നുന്നുണ്ട്. ഞാൻ വ്യക്തമാക്കി തരാം ആ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മള് പഴയ നിയമത്തിൽ ഈ കാര്യം അക്ഷരീകമായി പറഞ്ഞേക്കുന്ന കാര്യം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്ലിയർലി സ്പിരിച്വൽ സ്വിംഗ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, കർത്താവിന് വേണ്ടി കൊടുത്ത കർത്താവ് നിശ്ചയമായിട്ട് ചെയ്യും. അതിനെക്കുറിച്ച് ഞാൻ പറയാം. വ്യക്തതയോടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അല്ലാതെ ഈ എന്തുവാ ആശയക്കുഴപ്പങ്ങളിൽ നമ്മൾ അകപ്പെടാൻ പാടില്ല. സമ്പന്നരാകുമോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ വിത്ത് വിതച്ചോ കൊടുത്തോ എന്നൊക്കെ പറയുന്നത് നിങ്ങളാരും സമ്പന്നരാകുന്ന കാര്യമല്ലേ പറയുന്നേ. നിങ്ങൾ വിതച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പറയുന്നത് ഞങ്ങൾ സമ്പന്നരാകുന്ന കാര്യമായി പറയുന്നേ. അതുകൊണ്ട് അബദ്ധങ്ങളിലൊന്നും പെടരുത്. അങ്ങനല്ല വേദപുസ്തകത്തിൽ പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ സ്റ്റേജുകളിൽ നിന്ന് പറയുമ്പോൾ കേട്ടോ ആകട്ടെ, ഈ കാര്യം ഞാൻ പറയാം. മലാഖി പ്രവചനത്തില് അവർക്കൊരു നാഷണൽ പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അക്ഷരീകമാണ്. വേദഭാഗം ഒന്ന് വായിക്കാം. മലാഖി പ്രവചനം അതിന്റെ 3-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചേ. മലാഖി കൊണ്ടുവരുവേ, നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ. അതിന് മുകളിൽ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർലി ഇസ്രായേൽ ഗൃഹത്തോട് പേരെടുത്ത് പറയുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താ അവിടുത്തെ പ്രശ്നം നമുക്ക് അറിയാം, പശ്ചാത്തലമൊക്കെ അറിയാം. നിങ്ങളുടെ മേൽ അനുഗ്രഹം, അപ്പോൾ മെറ്റീരിയൽ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങളുടെ മേൽ ഞാൻ വരുത്തും. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം ഇതൊക്കെയാണ് എന്നൊക്കെ അവരോട് പറഞ്ഞു വരുന്ന വിഷയങ്ങളാണ്. മെറ്റീരിയലാണ്, ക്ലിയർലി മെറ്റീരിയൽ. എന്നാൽ ഇതേ പ്രയോഗം പുതിയ നിയമത്തിലുണ്ട്. ഈ പറഞ്ഞ ഇതേ പ്രയോഗം പുതിയ നിയമത്തിലുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തമാകുന്ന വ്യത്യാസം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദയവായിട്ട് അതിന് കറസ്പോണ്ട് ചെയ്യുന്ന ആ പുതിയ നിയമ വേദഭാഗം കൂടെ ഒന്ന് വായിക്കണം. 2 കൊരിന്ത്യർ 9-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ വിതയ്ക്കുന്നത് അഗൈൻ അവിടെ വിതയ്ക്കുക എന്നുള്ളതാകുന്ന ആ പ്രത്യേക സാദൃശ്യം ഉപയോഗിക്കുക. അതായത് പൗലോസ് നടത്തുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധനശേഖരണത്തോടുള്ള ബന്ധത്തിലാണ് ആ കാര്യം അവിടെ നടത്തുന്നത്. ആകട്ടെ, അങ്ങനെ നടത്തുമ്പോൾ താഴോട്ട് പറയുന്ന അപ്പൊ അവരോട് പറയുക, വായിച്ചു ആ ഭാഗം വായിച്ചു. നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കും. വായിച്ചു. ശ്രദ്ധിച്ചേ, നിങ്ങൾ വിതച്ച് കഴിഞ്ഞാൽ എന്താ പൊലിച്ചു വരുന്നത്? ആ വാക്യം നമ്മളിപ്പോ വായിച്ചത്. നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും. വായിച്ചോ. താഴോട്ട് നമ്മൾ വായിച്ചു നോക്കണം. അപ്പൊ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ കൺസെപ്റ്റ് ചേഞ്ച് ആകുക. ചേഞ്ച് ആയിട്ട് പറയുകയാണ്. അവിടെ ധാരാളമായ വർധനവ് കൊടുത്തപ്പോ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ചിയർഫുൾ ലവ്, സന്തോഷത്തോടെ കൊടുക്കുന്ന ഒരുവൻ എന്തോ ഉണ്ടാകുമെന്ന് പറഞ്ഞേ, അവന്റെ നീതിയുടെ വിളവ് ചെയ്യും, വർദ്ധിക്കും. സന്തോഷം. പിന്നെ നമ്മൾ ഫിലിപ്പി ലേഖനത്തിലെ ഒരു വാക്യമാണ് പലപ്പോഴും മിസ്നോട്ട് ചെയ്യാറ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ. ശ്രദ്ധിക്കണേ, എന്താ ദൈവം തീർത്തു തരാമെന്ന് പറഞ്ഞേ? നമ്മുടെ ബുദ്ധിമുട്ട്, ഡെയിലി നെസസിറ്റീസ്. പറഞ്ഞു മനസ്സിലായോ? ലക്ഷറി അല്ല, നെസസിറ്റീസ്. ദൈവത്തിന് എന്ന് വാഗ്ദാനം ചെയ്തു. നെസസിറ്റീസിൽ അധികമായിട്ട് ദൈവം തരുന്നതെങ്കിലും no harm in that.
പക്ഷെങ്കിൽ ഹാം ഉണ്ടാകുന്നത് എവിടാന്നറിയോ? പിന്നെ ഒന്നിനോടൊന്ന് കൂട്ടി വെച്ച് കംപ്ലീറ്റ്ലി അതിനകത്ത് അങ്ങാകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. നേരെ മറിച്ച് ഞാൻ ആ കാര്യം കൂടെ ഒന്ന് പറഞ്ഞങ്ങ് പോകാം. ഇപ്പൊ അതിനോട് ചേരുന്ന വിഷയമായിരുന്നു. ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? കാരണം യേശു കർത്താവ് ഒരു കാര്യം വളരെ വ്യക്തതയോടെ പറഞ്ഞു. അതായത് മനുഷ്യപുത്രന്റെ നാളിനെ കുറിച്ച് പറഞ്ഞപ്പോ, ഞാൻ ഈ പറയുന്ന കാര്യം ഒരു ദൈവവൃത്തിനെ ഞാൻ കോട്ട് ചെയ്യുക. മനുഷ്യപുത്രന്റെ നാളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ നമ്മളിന്നും എത്തുകയില്ല, എങ്കിലും എത്തുന്നിടത്തോളം എത്തിട്ട് 17-ാം അധ്യായം. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു വേദഭാഗം, എന്നാൽ അല്പം ചില കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. അതിന് 25 മുതൽ ഒന്ന് വായിച്ചേ. അല്ലല്ലോ, 17-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം. ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞു? ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 25 മുതൽ. വായിച്ചു. അതിന്റെ 26 ഞാൻ ഉദ്ദേശിച്ചത്. സോറി, ഞാൻ തെറ്റേ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലുണ്ടാകും. പിന്നെ അടുത്തത്, തിന്നും കുടിച്ചു, വിവാഹം കഴിച്ചു. യെസ്, മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ. നമുക്കറിയാം, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു. എന്നാ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൺവേ ചെയ്യുന്ന മെസ്സേജ്? രണ്ടുപേരെ പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് കാണിച്ച് പറയുകയാണ്, മനുഷ്യപുത്രന്റെ നാളിൽ ഇങ്ങനെയാകാൻ പോകുന്നത്. എല്ലാവരും എന്റെ കൂടെ ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണം. രണ്ട് പഴയ നിയമ ക്യാരക്ടേഴ്സിനെ എടുത്തിട്ട് പറയുന്നു, മനുഷ്യപുത്രന്റെ നാളിൽ ഇങ്ങനെയാകാൻ പോകുന്നത്. നമുക്കറിയാം, ഇവരുടെ രണ്ടുപേരുടെയും കാലഘട്ടം വളരെ അധാർമികത നിറഞ്ഞ കാലഘട്ടമാണെന്ന് നമുക്കറിയാം. ബോധിച്ചതുപോലെ നടന്ന കാലഘട്ടമാണ്. അവരുടെ ലോകം ഭയങ്കര അധാർമികതയുടെയും അശുദ്ധിയുടെയും കൊലപാതകവും എന്ന് വേണ്ട അങ്ങനെയുള്ളതാകുന്ന ഒരുപാട് പാപങ്ങള് ഒത്തിരി വർദ്ധിച്ച കാലഘട്ടമാണ്. ലോകത്തെ നമ്മൾ കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെ? സെക്ഷുവൽ പ്രൊമിസ്ക്വിറ്റി and murder, killings. We read of stories which were unheard of 50 years before, which we can't even imagine of. നമുക്ക് ചിന്തിക്കാൻ ഒക്കുന്നതിനേക്കാളും വളരെ വളരെ അധാർമികതയുടെ കഥകളാണ് നമ്മൾ ഈ ലോകത്ത് കേൾക്കുന്നത്, അല്ലേ? അത് കൂടിയേക്കുക. അത് കൂടിയേക്കുന്നത് മാത്രമല്ല, അത് നമ്മുടെ വീടുകളിൽ പോലും അടിച്ചേൽപ്പിക്കാനുള്ള പൈശാചികമാകുന്ന ശ്രമം അങ്ങ് ഒത്തിരിയുണ്ട്. കഴിഞ്ഞ ഒരു പേപ്പർ റിപ്പോർട്ട് ഞാൻ വായിച്ചത്, സൗത്ത് ആഫ്രിക്കയിൽ 24 hours 2 അശ്ലീല ടെലിവിഷൻ ചാനലുകൾ 24 hours അവര് എയറിൽ അവര് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. എന്നാണ് പറയുന്നത്? എന്നാ പറയുന്നത്? ഓക്കെ, അത് ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് പെർമിഷൻ ചോദിച്ചു. എന്തോ അവിടെയുള്ള എഴുതിയേക്കുന്നത്, ഒരു നെഗറ്റീവ് ലൈറ്റിലാണ് എഴുതിയേക്കുന്നത്, എങ്കിലും അവിടെയുള്ള ചില റിലീജിയസ് ഗ്രൂപ്പിന്റെ ഒക്കെ ശക്തമായ പ്രതിഷേധം നിമിത്തം അത് നടന്നില്ലെന്ന് പറഞ്ഞുള്ള ഒരു ചെറിയ ക്ലിപ്പിംഗ് ഞാൻ വായിച്ചു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, ലോകത്തിൽ ഈ അധാർമിക
പഠിപ്പിച്ചേക്കാം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇതൊന്നും ഇല്ലായിരിക്കാം. ഐ ഡോണ്ട് നോ. ഇവിടെ പറഞ്ഞേക്കുന്ന ചില നോർമൽ ആക്ടിവിറ്റീസ്. എന്താ പറഞ്ഞേക്കുന്നത്? നോർമൽ ആക്ടിവിറ്റീസ്. നോർമൽ ആക്ടിവിറ്റീസ്. അബ്നോർമൽ ആയിട്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ട്? ഒന്നുമില്ല. അതിനകത്ത് അബ്നോർമൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. നോർമൽ ആക്ടിവിറ്റീസ്. അപ്പൊ നമ്മൾ ചോദിക്കും ഇതെന്നാ പാപമെന്ന് ചോദിക്കും. അല്ല, പിന്നെ എവിടെയാ പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് നോഹയെ കുറിച്ച് പറഞ്ഞു, മറ്റൊന്ന് ലോത്തിനെ കുറിച്ച് പറഞ്ഞു. ഇവർ രണ്ടുപേരും, ലോത്തിനെ കുറിച്ച് ഭാഗ്യവശാൽ പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞേക്കുന്ന ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്തുവാ? വലഞ്ഞുപോയെന്ന് മാത്രമല്ല, തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്തു. നീതിയുള്ള മനസ്സിൽ നൊന്തതേ ഉള്ളൂ. പക്ഷെങ്കിൽ അതിനടുത്തിനെ ഒരു ചെറുവിരൽ അലക്കാൻ പോലും ആർക്ക് കഴിഞ്ഞില്ല. അപ്പൊ ഈ ഉള്ളിന്റെ ഉള്ളിൽ കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലാക്കണേ, ഉള്ളിന്റെ ഉള്ളിൽ അറിയാം. ദാറ്റ് ഈസ് റോങ്. പക്ഷെ ലോത്ത് എന്തോ ചെയ്തു? He went to the maximum limit. സ്വർഗത്തിൽ ഒരു സീറ്റ് ഉണ്ടോ ഇല്ലയോ? എനിക്ക് തോന്നുന്നു ഉണ്ടെന്ന് തോന്നുന്നു. കാരണം പുസ്തകത്തിൽ അങ്ങനെയല്ല എഴുതിയേക്കുന്നത്. നീതിമാനായ ലോത്ത്. അപ്പൊ അവനെ രക്ഷിക്കുകയും ചെയ്തല്ലോ. കുറഞ്ഞ പക്ഷെ അവനേലും കാണും എന്ന് നമുക്ക് ന്യായമായിട്ട് ഉദ്ദേശിക്കാം. പക്ഷെങ്കിൽ എന്താ സംഭവിച്ചത്? മിനിമം റിക്വയർമെന്റ്, സ്വർഗത്തിൽ ഒരു സീറ്റ് ഉറപ്പാകാൻ മിനിമം എന്തോ ചെയ്യാൻ കഴിയുമോ അതാ ലോത്ത് നോക്കിയത്. മാക്സിമം ലോകത്തിൽ നിന്ന് എന്തൊക്കെ നേടാമോ അതായിരുന്നു അവന്റെ ലക്ഷ്യം. മനസ്സിലാകുന്നുണ്ടോ? മിനിമം ആയിട്ട് എന്നാ ചെയ്യേണ്ടത് സ്വർഗത്തിൽ പാൻ. അതേസമയം ലോകത്തിന്റെ മാക്സിമം അവൻ ഉപയോഗിച്ചു. ഇതാ ലോകത്തിന്റെ പ്രശ്നം. പക്ഷെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ലോകത്തിന്റെ മാക്സിമം നേടാൻ നോക്കിയത് വല്ലോ നേടിയോ? ഒന്നും നേടിയില്ല. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞേക്കുന്നതായത് ലോകത്തിന്റെ കാലം പോലെയാണ് മനുഷ്യപുത്രന്റെ കാലം. ലോകത്തിന്റെ മാക്സിമം നേടാൻ പോകുന്നവർക്ക് അതേസമയം സ്വർഗത്തിൽ ഒരു സീറ്റ് മിനിമം റിക്വയർമെന്റ് ചെയ്തുണ്ടാകുകയും വേണം. ഒരുപക്ഷെ നീ കർത്താവിനെ, ഞാനും നിങ്ങളും കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചത് കൊണ്ടും ശരിക്കും വീണ്ടും ജനിച്ചുകൊണ്ടും ഒരുപക്ഷെ നമ്മൾ നഷ്ടപ്പെട്ടു പോകത്തില്ലായിരിക്കാം. ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഞാൻ പറയുന്നു. ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകത്തില്ലായിരിക്കും. പക്ഷെങ്കിൽ ഇന്ന് ലോത്ത് സ്വർഗത്തിലുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ലോത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ ചിന്ത. മനസ്സിലാക്കണേ, നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാകാത്ത നിലയിൽ വേണം നമ്മൾ ഇവിടെ ഇപ്പൊ ജീവിക്കാൻ. നമുക്ക് ലഭിച്ച പണമോ, നമുക്ക് ലഭിച്ച സമയമോ, നമുക്ക് ലഭിച്ച ആരോഗ്യമോ, നമുക്ക് ലഭിച്ച സാവകാശങ്ങളോ, ഇതെല്ലാം നമ്മുടെ അവസാനം നമുക്ക് ഒരു തികഞ്ഞ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതല്ലേ പൗലോസ് പറഞ്ഞത്? മരിക്കുന്നതിന് മുമ്പാ പറഞ്ഞത്, ഞാൻ എന്തോ ചെയ്തു? നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. പ്രിയരെ, നമ്മൾ ഇന്ന് മരിച്ചാൽ നമുക്ക് ഈ ഒരു പ്രാഗൽഭ്യം ദൈവസന്നിധാനത്തിൽ ഉണ്ടാകണം കേട്ടോ. ദൈവം എന്നെ ഏൽപ്പിച്ചതാകുന്ന ആ സ്റ്റിവാർഡ്ഷിപ്പിൽ, ആ ഗൃഹവിചാരകത്വത്തിൽ, നമ്മളെല്ലാം ഒരു ഗൃഹവിചാരത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ
നമ്മൾ വിശ്വസ്തരായി. ഓൺ ദി അതർ ഹാൻഡ്, നോഹയെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. നോഹ എന്ന് പറയുന്നത് ഭയങ്കര ഒരു റാഡിക്കലായിരുന്നു അവന്റെ കാലത്ത്. ആയിരുന്നോ അല്ലയോ? ഇന്ന് നോഹയപ്പനെ കുറിച്ച് നമ്മൾ വാഴ്ത്തിപ്പാടും. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ നോഹയെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. റാഡിക്കലായിരുന്നു. എന്നാ അതുവരെ കാണാത്തവയെ കുറിച്ച് എന്തോ ഉണ്ടായി? അരുളപ്പാടുണ്ടായി. അരുളപ്പാടുണ്ടായപ്പോൾ നോഹ പ്രസംഗിച്ചു. അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? പ്രസംഗിച്ചെങ്കിലും 8 പേരുള്ള ഒരു കൊച്ചു സഭയെ ആർക്കുള്ളായിരുന്നു? പാസ്റ്റർ നോഹയ്ക്കുള്ളായിരുന്നു. കാരണം റാഡിക്കൽ പ്രീച്ചിങ് ആണ്. ഈ പാസ്റ്ററുടെ പ്രശ്നം ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് ആദ്യം ഒത്തിരി പേര് കൂടി, പിന്നെ ഈ റാഡിക്കലായിട്ടുള്ള ഗിരിപ്രഭാഷണമൊക്കെ അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം പതുക്കെ ആള് പറയാൻ തുടങ്ങി. ഒടുവിൽ 8 പേര് ശേഷിച്ചു. പക്ഷെ 8 പേര് മതി. 8 പേര് മതി. റാഡിക്കൽ പ്രീച്ചിങ്, അതുവരെ കാണാത്തവയെ കുറിച്ച്. എന്നിട്ട് നിത്യതയിൽ നിലനിൽക്കുന്ന വരാൻ പോകുന്ന വലിയ വിപത്തിൽ തന്നെയും തന്റെ കുടുംബത്തെയും രക്ഷിക്കുന്ന ഒന്ന് തീർക്കാനായിട്ട് തന്റെ എനർജി, തന്റെ പണവും ഉപയോഗിച്ചു. മനസ്സിലായോ? അതാണ് നോഹയും ലോത്തും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അന്നും ഇന്നും ഈ 2 കാറ്റഗറിയിലുള്ളവർ സഭയിലുണ്ട്. ഒരു കാറ്റഗറിയിലുള്ളവർ എന്താ നോക്കുന്നറിയാം? മിനിമം റിക്വയർമെന്റ് എന്താ ചെയ്യാൻ പറ്റുന്നത്, മിനിമം എന്തൊക്കെ ചെയ്ത് നോക്കത്തിപ്പാൻ പറ്റും, ഇത് അവർ ലക്ഷ്യം. എന്നാ വേറൊരു കാറ്റഗറി, അത് വളരെ ചുരുക്കം. അവരുടെ ലക്ഷ്യം എന്താ എന്ന്. അപ്പോൾ നോഹയുടെ കുടുംബം പുലർത്തുകയൊന്നും ചെയ്തില്ലേ? നോഹ ചെയ്തു. നോഹ ജോലി ചെയ്തില്ലേ? ചെയ്തു. മാത്രമല്ല അധ്വാനിച്ചു, ജോലി ചെയ്തു, മരം വെട്ടി, തന്റെ അധ്വാനം മുഴുവൻ അതിലിട്ടു. പണിയുക, പെട്ടെന്ന് പണിയുക. പണിയുന്ന കൂട്ടത്തിൽ എന്തോ ചെയ്തു? കുടുംബത്തിനുള്ളതും എന്ത് ചെയ്തു? കരുതി. ഇല്ലാതൊന്നും ഇരുന്നില്ല. ഇറസ്പോൺസിബിൾ ഒന്നും അല്ലായിരുന്നു നോഹ. അത് ചെയ്തു. പക്ഷെ അത് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എന്തായിരുന്നു ചെയ്തത്? നിത്യതയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തോണ്ട്. പറയുന്നത് മനസ്സിലായല്ലോ? അപ്പൊ നോഹയുടെ കാലവും ലോത്തിന്റെ കാലവും എന്ന് യേശുക്രിസ്തു അവിടുത്തെ വരവിനെ കുറിച്ച് പറയുമ്പോൾ ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോർമൽ ആക്ടിവിറ്റീസിൽ നമുക്ക് ഏർപ്പെടാം. അനോർമൽ ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെടുകയും നമ്മുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ തന്നെ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം വരാൻ പോകുന്ന പ്രളയത്തിൽ നിലനിൽക്കുന്നത് ഈ പെട്ടകമാണ്. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ മനുഷ്യപുത്രന്റെ നാളിൽ ഈ 2 കാറ്റഗറി ഉണ്ടാകുമെന്ന് യേശുക്രിസ്തു പറഞ്ഞു. ഈ കാറ്റഗറിയിലുള്ള നോഹയുടെ കാറ്റഗറിയിലുള്ളവരുടെ എണ്ണം വർദ്ധിക്കണമെങ്കിൽ പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായിട്ട് മനസ്സിലായേ പറ്റത്തുള്ളൂ. ഈ പുതിയ നിയമം പഴയതിനേക്കാളും ശ്രേഷ്ഠമാണെന്ന് തിരിച്ചറിയണം. ഇത് സ്വർഗീയ വിളിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സഹോദരന്മാരെ, വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. എന്നിട്ട് പറയുകയാണ്, നാം സ്വീകരിച്ചു പറയുന്ന ആരാ? അപ്പോസ്തലനും മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേ. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലൻ, 2 പദങ്ങൾ അവിടെ ഉണ്ട്. അപ്പോസ്തലൻ, മഹാപുരോഹിതൻ. അത് വളരെ ഉദ്ദേശത്തോടുകൂടെ പർപ്പസ്ലി ആണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോടെ പറയുന്നത്. കാരണം മോശ ഇൻ ഇഫക്ട് ഒരു അപ്പോസ്തലനാണ്, ദൈവം തന്നെ അയച്ചതാണ്. പക്ഷെ ദൈവം തന്നെ അയച്ചെങ്കിലും ഈ അപ്പോസ്തലന്റെ
ശ്രേഷ്ഠത ദൈവത്തെ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ വെളിപ്പെടുത്തുകയും ദൈവത്തിന്റെ സകല ശക്തിയോടും അധികാരത്തോടും കൂടെ അവിടുന്ന് വരികയും ചെയ്തു. അതാണ് നമ്മൾ 1-2 അധ്യായങ്ങളിൽ നമ്മൾ ചിന്തിച്ചത്. അതേസമയം തന്നെ നമ്മുടെ ശ്രേഷ്ഠ അപ്പോസ്തലനായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് ആരുകൂടെയാണ്? പിതാവിനെ വെളിപ്പെടുത്തുന്ന അപ്പോസ്തലൻ, പിന്നെ എന്താ? മഹാപുരോഹിതൻ. അപ്പൊ അപ്പോസ്തലൻ എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പദവും, മഹാപുരോഹിതൻ എന്നുള്ളത് ക്രിസ്തു മനുഷ്യനായിരുന്നെന്നും നമ്മുടെ ബലഹീനതകളെ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധാനത്തിലേക്ക് പോകുന്ന ആ മഹാപുരോഹിതൻ. അപ്പൊ ഈ 2 പദങ്ങൾ കൊണ്ട് ഈ ഒരു ചിത്രമാണ് അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്നത്. എന്നിട്ട് പറയുക, ഈ യേശു ക്രിസ്തുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. അങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ തുടർന്നുള്ള കാര്യങ്ങളുടെ വിശദീകരണം നമുക്കിപ്പോ മനസ്സിലാകും. ഞാൻ പറയാം. ഈ വിശുദ്ധന്മാരോട് പറയുക, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വാണിംഗ് പാസേജ് കൂടെയാണ്. അപ്പൊ ഈ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, അതിന്റെ പ്രാരംഭ വാക്യങ്ങൾ തന്നെ ഇറ്റ് ഈസ് എ കോൾ ഫോർ ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തതയ്ക്കു വേണ്ടിയുള്ള ഒരു വിളി. നിങ്ങൾ ആ വേദഭാഗം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആവർത്തിച്ച് വിശ്വസ്തത, വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾ, ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തനായിരുന്നു എന്ന കാര്യം ആവർത്തിച്ച് കാണും. ശ്രദ്ധിക്കണേ. അപ്പൊ വിശ്വസ്തത എന്താണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം? ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല. മോശയെയും യേശു ക്രിസ്തുവിനെയും തമ്മിൽ താരതമ്യം ചെയ്തിട്ട്, ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ കൊണ്ട് ഈ പാസേജ് നമുക്ക് സമ്മറൈസ് ചെയ്യാൻ കഴിയും. 1, മോശ ഒരു ദാസനായിരുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിനെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് പുത്രനായിട്ട്. 2, മോശ എന്നുള്ളത് ഭവനത്തിന്റെ ഒരു ഭാഗമായിരുന്നു. He was a part of the house. എന്നാൽ യേശു ക്രിസ്തു ഭവനത്തിന്റെ അധികാരിയായി. ആ കാര്യം താഴോട്ട് നമ്മൾ വായിക്കും. 3, മോശ അരുളി ചെയ്യാനിരുന്നതിന് സാക്ഷ്യം പറയുകയായിരുന്നു. യേശു ക്രിസ്തു ആ സാക്ഷ്യം പറഞ്ഞത് എന്താണോ അത് നിവർത്തിക്കുകയാണ്. ശ്രദ്ധിക്കണേ. ഈ 3 കാര്യങ്ങൾ കൊണ്ട് യേശു ക്രിസ്തു മോശയെക്കാളും ശ്രേഷ്ഠനാണെന്നും പിന്നെ താഴോട്ട് പറയുകയാണ്, നിങ്ങളുടെ എന്ന് പറയാൻ എബ്രായ വിശ്വാസികളോടാണല്ലോ ഇത് പറയുന്നത്. ആ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായിരുന്ന മോശ വിശ്വസ്തനായിരുന്നു. എന്നാൽ നിങ്ങൾ ആ വിശ്വസ്തതയല്ല പിന്തുടരുന്നത്. നിങ്ങളിപ്പോ അവിശ്വസ്തത കാണിക്കുക. മോശ ഏത് കോള് തനിക്ക് കിട്ടിയോ അതിന് വിശ്വസ്തനായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് സ്വർഗീയ വിളി കിട്ടി, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തില്ല? വിശ്വസ്തരാകുന്നില്ല. പഴയതിലോട്ട് നീങ്ങുക, മടങ്ങിപ്പോവുക. അപ്പൊ പറയുകയാണ്, എന്നാൽ യേശു ക്രിസ്തുവിനെ ഒന്ന് നോക്കി. മോശ വിശ്വസ്തനായിരുന്നത് പോലെ യേശു ക്രിസ്തു എന്തായിരിക്കുന്നു? വിശ്വസ്തനായിരിക്കുന്നു. അപ്പൊ ഈ യേശു ക്രിസ്തുവിനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒന്നാമതായിട്ട് ഈ വിശുദ്ധന്മാരോട് പറയുന്ന കാര്യം, യേശു ക്രിസ്തു എങ്ങനെ വിശ്വസ്തനായിരുന്നുവോ, മോശ എങ്ങനെ വിശ്വസ്തനായിരുന്നുവോ
അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായിരിക്കുന്ന യേശുവിന്റെ മാതൃക നിങ്ങൾ പിന്തുടരണം. കാരണം നിങ്ങളെ സ്വർഗീയമാകുന്ന ഒരു വിളി തന്ന് വിളിച്ചേക്കുക. ആ വിളിക്ക് നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. ആ ഒരു ചിന്തയാണ് ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവരുടെ ഹൃദയത്തിലേക്ക് നൽകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഈ വാക്യങ്ങളെല്ലാം വിശദീകരിക്കുന്നില്ല. ഇത് രത്ന ചുരുക്കമായിട്ട് ഞാനത് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഭാഗം ഒന്ന് ആവർത്തിച്ച് വായിക്കുകയും വീട്ടിൽ പോയി ഈ കാര്യങ്ങൾ ഒന്ന് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത് ക്ലിയർ ആകും. അതിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് അതിന്റെ ആപ്ലിക്കേഷൻ പാർട്ട് അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്നത്. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ആ വാക്യം ഒന്ന് അതിന്റെ ആ അവസാന ഭാഗം 6-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം ശ്രദ്ധിച്ചാൽ നമുക്ക് ആ കാര്യം വളരെ വ്യക്തമാകും. ഒന്ന് വായിച്ചു. അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രത്യാശയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ട നാം തന്നെ അവന്റെ ഭവനമാകുന്നു. നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാം തന്നെ അവിടുത്തെ ഭവനമാകുന്നു. എങ്ങനെ? ക്രിസ്തുവും മോശയും എങ്ങനെ വിശ്വസ്തരായിരുന്നുവോ, ശ്രദ്ധിക്കണേ, അതുപോലെ സഹോദരങ്ങളെ നമ്മുടെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാണ് നാം എന്താകും? അവിടുത്തെ ഭവനമാകും. വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഈ മുന്നറിയിപ്പ് കൊടുക്കുക. ആദ്യത്തെ തുടക്കം നല്ലതായിരുന്നു പറയുന്ന കാര്യമില്ല. ഇവരുടെ തുടക്കം വളരെ ബെസ്റ്റായിരുന്നു, നല്ല തുടക്കമായിരുന്നു. പക്ഷെങ്കില് കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? പിന്മാറ്റം തുടങ്ങി. പ്രിയരെ, ഇതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെ പറയുന്ന വിഷയം. നമ്മൾ ആദ്യം തുടങ്ങിയ നിലയിൽ തന്നെ നമ്മൾ പ്രോഗ്രസ് ചെയ്യണം. ദൈവം നമ്മളെ ഓരോ സാഹചര്യങ്ങളിൽ കൊണ്ടുവരുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ ഇവിടെ കൊണ്ടുവന്ന ദൈവം നേരത്തെ നാം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നമ്മൾ തുടർന്നാൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ ഭൗതികത ഒന്ന് മനസ്സിൽ കയറി വരരുതേ. നമ്മളിപ്പോ ആയിരിക്കുന്ന സിറ്റുവേഷൻ എന്തോ അത് നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ ദൈവത്തിന് മനസ്സിലാകുന്ന ദൈവം എന്താ അതിൽ കൂടി ഉദ്ദേശിക്കുന്നതെന്നറിയാമോ? അതിൽ നിന്ന് നമ്മളെ പണ്ടുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നും നമ്മളെ ഒരു പുതിയ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുമ്പോ പഴയത് അന്ന് നല്ലതായിരുന്നു, അതങ്ങനായിരുന്നു, ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. ഇഫ് ഗോഡ് ഹാസ് ബ്രോട്ട് യു ഹിയർ, വൈ ഹി ഹാസ് ബ്രോട്ട് യു ഹിയർ? മനസ്സിലാക്കണേ. ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ എന്തിന് എന്നെ ഇവിടെ കൊണ്ടുവന്നു? പഴയതിനെ ഓർത്തുകൊണ്ടിരിക്കാനാണോ? നോ. ഈ പുതിയ സാഹചര്യത്തിൽ ദൈവം എന്നെ കുറിച്ച് എന്റെ പ്രത്യാശയുടെ സ്ഥിരതയും എന്റെ ആത്മീക വർധനവും എത്രത്തോളം ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു അത്രത്തോളം ഞാൻ പ്രോഗ്രസ് ചെയ്യണം, പുരോഗതി എനിക്കുണ്ടാകണം. അപ്പൊ ആദ്യത്തെ അവസ്ഥയിൽ ഇരിക്കരുത്, നമുക്ക് പുരോഗതി ഉണ്ടാകണം. ഈ കാര്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. ലോകത്തിന്റെ പ്രശ്നം അവൻ ആദ്യത്തെ അവസ്ഥയിൽ തന്നെ തുടർന്നെന്നുള്ളത്. ആകട്ടെ, ദൈവനോട് കരുണ ചെയ്ത് അവനെ സ്വർഗത്തിൽ കൊണ്ടുപോയെന്നുള്ളത് ശരിയായിരിക്കും. നമുക്കും അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ തുടർന്നാൽ മതി. പക്ഷെങ്കിൽ അങ്ങനെയല്ല നമ്മളാകേണ്ടത്. ആ കാര്യം വളരെ വ്യക്തതയോടെ മനസ്സിലാക്കി. നമുക്ക് വെറുതെ ഇൻഫർമേഷൻ കിട്ടിയിട്ട് കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ലോകത്തിന് ഈ ഇൻഫർമേഷൻ എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ വേറൊരു കാര്യം ഞാൻ പറയാം. നമുക്ക് ലോകത്തിനേക്കാളും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം ലോകത്തിന് ഇങ്ങനെ ഒരു ബൈബിൾ ക്ലാസ് കിട്ടിക്കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയതുപോലെ ഒരു ബൈബിൾ ക്ലാസ്സോ ദൈവവചനം കേൾക്കാനുള്ള അവസരമോ ലോകത്തിന് കിട്ടിയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മള് ലോകത്തിനേക്കാളും വയസ്സാണ്. ഒരുപക്ഷെ അവന് ഉണ്ടായിരുന്ന സേവിങ് ഗ്രേസ് അവന് വേദപുസ്തകം ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നിരിക്കാം.
ബൈബിളില്ലായിരുന്നല്ലോ. നമുക്ക് പുസ്തകം കയ്യിൽ തന്നിട്ടുണ്ട്. എന്നിട്ടും അതേ അവസ്ഥയെ തുടർന്ന ലോത്തിന്റെ കൂട്ടി ചിലപ്പം സ്ഥാനം കിട്ടിയെന്നും വരത്തില്ല. ലോത്തിനെ പോലെ അങ്ങ് ചെല്ലാമല്ലോ എന്ന് ചിലരിപ്പം മനസ്സിൽ കരുതുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിവെക്ക്. ലോത്തിനേക്കാളും വേഴ്സ്റ്റ് പൊസിഷനിലാണ് നമ്മൾ. കാരണം ലോത്തിനില്ലാഞ്ഞ പ്രിവിലേജസ് നമുക്കിപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ആദ്യ വിശ്വാസം അവസാനത്തോളം നമ്മൾ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവിടുത്തെ ഭവനമാകട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് അടുത്ത് പറയുന്ന വിഷയം, ഞാൻ ആ ഭാഗത്തേക്കാണ് അല്പനിമിഷം അതിന് ഇൻട്രൊഡക്ഷനായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. ഈ 7 മുതൽ 11 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ 6-ാം വാക്യവുമായിട്ട് കണക്ട് ചെയ്താൽ നമ്മൾ ചിന്തിക്കുന്നത്. ആ പറഞ്ഞതിന്റെ തുടർച്ചയാണത്, പറഞ്ഞു വരുന്നതിന്റെ തുടർച്ചയാണ്. ഈ 7 മുതൽ ഉള്ളതാകുന്ന വാക്യങ്ങൾ, അതിന്റെ 11 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് 95-ാം സങ്കീർത്തനം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ശ്രദ്ധിക്കണേ, 95-ാം സങ്കീർത്തനം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇനി ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞ് ഇന്ന് അത് പറയാനുള്ള നേരെയുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അവസാനിപ്പിക്കാം. ഈ 95-ാം സങ്കീർത്തനം 2-ാം വാക്യം ഒന്ന് വായിച്ചാൽ നമുക്ക് അതിന്റെ പശ്ചാത്തലം മനസ്സിലാവും. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. പിന്നെ നോക്കുക, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു കോമൺ ടെർമിനോളജി പറയാറുണ്ടല്ലോ, പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുന്ന ആ സെഷനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. എന്തോ 95-ാം സങ്കീർത്തനം പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഞാൻ പറയാ പ്രൈസ് എന്താ, വർഷിപ്പ് എന്താണ്. ആദ്യം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക. അത് സ്തോത്രം, പ്രൈസ് താഴോട്ട് പറയുന്നുണ്ട്. ഒന്ന് വായിക്കാമോ താഴോട്ട്? മഹാദൈവമല്ലോ, മഹാദൈവമല്ലോ, സകല ദേവന്മാർക്കും ഇത് മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു. പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ, സമുദ്രം അവനുള്ളത്. അവനതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ നനഞ്ഞിരിക്കുന്നു. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുക. വെരി ഗുഡ്. പക്ഷെങ്കിൽ അവിടെ കൊണ്ട് തീരുന്നില്ല. പ്രൈസ് എന്നുള്ളത് വർഷിപ്പിലേക്ക് പോകണം. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് എന്നുള്ളത് വർഷിപ്പിലേക്ക് പോയില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. എന്താ വർഷിപ്പ്? 7 മുതൽ ഒന്ന് വായിച്ചേ. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും. 7-ാമത്തെ വാക്യം. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കിലെ ആളുകളും തന്നെ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, നോക്കിയേ, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്തോ അടുത്തത്, നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്, അനുസരണക്കേട് കാണിക്കരുത്. അപ്പോൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ, പ്രൈസ് എന്നുള്ളത് ആദ്യത്തെ കാര്യം, വർഷിപ്പ് എന്നുള്ളത് 2-ാമത്തെ കാര്യം. അനുസരിക്കുന്നതാണ് എന്ത്? വർഷിപ്പ്. ദൈവവചനം കേട്ട് അനുസരിക്കുന്നതാണ് ആരാധന, വർഷിപ്പ്. മറ്റേത് പ്രൈസ് മാത്രമാണ്. ഇന്ന് വർഷിപ്പ് ലീഡേഴ്സ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന പുള്ളിക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്.
അവരിങ്ങോട്ട് വന്ന് ആദ്യത്തെ ആ പരിപാടി അങ്ങോട്ട് ചെയ്തേച്ച് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ആ സെഷൻ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു വിഷയമല്ല. പിന്നെ ഈ വാർഷിപ്പ് ലീഡേഴ്സ് അവിടെ ഇരുന്നുകൊണ്ട് ഈ ഇപ്പൊ ഈ ഐപാഡും ഒക്കെ എന്തുവാ ഐഫോണും ഒക്കെ അല്ലേ, അവിടെ ഇരുന്നുകൊണ്ട് അത് കുത്തുന്നത് ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ? ദൈവവചന ശുശ്രൂഷ. നോക്കണേ, ഇതായിരുന്നു അവിടുത്തെ പ്രശ്നം. പ്രൈസിന് ഒരു കുഴപ്പമില്ലായിരുന്നു. പ്രൈസ് ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഇന്നത്തെ പ്രശ്നം ഇത് തന്നെ. ഈ പ്രൈസിനെയാണ് നമ്മൾ വർഷിപ്പ് എന്ന് വിളിക്കുന്നത്. അതാ പ്രശ്നം. പിശാചൊരു വലിയ ഉപായം കൊണ്ട് നമ്മുടെ ഇടയിലിട്ടേക്ക്. ആരാധന എന്ന് വിളിക്കുന്നത് വാസ്തവത്തിൽ സ്തുതിയെയാണ്. സ്തുതിക്കുന്നതിനെ നമ്മൾ ആരാധന എന്ന് വിളിച്ച്, അപ്പം മനസ്സിലായല്ലോ, സ്തുതിക്കുന്നതിനെ നമ്മൾ ആരാധന എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച മുഴുവൻ എങ്ങനെയാലും ജീവിച്ചേച്ച് വന്ന് ഇങ്ങോട്ട് വന്ന് സ്തുതിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇന്ന് ആരാധിച്ച് ഏതാണ്ട് ഒരു സുഖമൊക്കെ ഉണ്ട്. ഈ സുഖം നമുക്ക് മാത്രമല്ല. മഹാരാഷ്ട്രയെ ഞാൻ കാണിച്ചു തരാം. ഗണപതിയുടെ മുമ്പിൽ കിടന്ന് ചാടുന്ന അവർക്ക് ഇതിനേക്കാളും സുഖമുണ്ട്. ഞാൻ കാണിച്ചു തരാം. മനുഷ്യനുള്ള ഇമോഷണൽ ആ എക്സ്റ്റസി ഉണ്ടാകുന്ന സുഖം നമുക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. നമ്മുടെ ചിന്ത എന്തുവാ? ഇന്ന് ഞാൻ നല്ലപോലെ ആരാധിച്ചു. നോ, ആരാധന എന്ന് പറഞ്ഞാൽ സ്തുതിയിൽ ഒതുങ്ങുന്നില്ല. ആരാധന എന്ന് പറഞ്ഞാൽ കേട്ട് അനുസരിക്കുന്നതാണ് ആരാധന. കേട്ടനുസരിക്കുന്നതാണ് ആരാധന. അവരുടെ പ്രശ്നം എന്തായിരുന്നു? ഇത് 95-ാം സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോ പഴയ പ്രശ്നം. പുറപ്പാട് പുസ്തകം 17-ലും സംഖ്യാപുസ്തകം 20-ലും ഒക്കെ ഉള്ളതാകുന്ന പ്രശ്നം. എന്നാ പ്രശ്നം? അവരുടെ പ്രശ്നം ഇപ്പോഴുള്ളതായിരുന്നു. They were lusting for that which was temporary. താൽക്കാലികമായിട്ടുള്ളതിനു വേണ്ടി അവരെ അത്യാർത്തി കാണിച്ചു. ആത്യന്തികമായിട്ടുള്ളത് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. മനസ്സിലാക്കണേ, താൽക്കാലികമായുള്ളതിന് അത്യാർത്തി കാണിച്ച് ആത്യന്തികമായുള്ളത് നഷ്ടമാക്കിയവരുടെ ചരിത്രമാണ് ഇവിടെ എടുത്തെഴുതുന്നത്. മനസ്സിലാക്കണേ, ഇതുകൊണ്ടാണ് ഇത് വാണിംഗ് പാസേജാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ അവരെ കുറ്റം പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് അവർക്ക് മാത്രമല്ല. അതിന്റെ 3:14 വായിച്ചാൽ സഹോദര അതിന്റെ 3-ന്റെ ഓക്കെ അതിന്റെ 13-ാമത്തെ വാക്യം, 12-ാം വാക്യം. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം ശ്രദ്ധിച്ച്. ഇത് ഏത് പശ്ചാത്തലത്തിലാ പറയുന്നത്? ഇസ്രയേലിന്റെ ഫെയിലിയർ എടുത്തു കാണിച്ചേച്ച് പറയുക, സഹോദരന്മാരെ, അവർക്കന്നുണ്ടായി എന്ന് പറഞ്ഞ് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾ ഇരിക്കണ്ട. ഇത് ആർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കുന്നേ? ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന വിഷയം. ഞാൻ ഈ വേദഭാഗം അടുത്ത ആഴ്ച വിശദീകരിക്കും. അപ്പോൾ ഇതാണ് അവരോട് മുന്നറിയിപ്പ് പറയും. അപ്പൊ 6-ാം വാക്യവുമായിട്ട് അത് കണക്ട് ചെയ്യണം. മോശ വിശ്വസ്തനായിരുന്നു. പക്ഷെ മോശ നയിച്ച ജനങ്ങൾ എന്തല്ലായിരുന്നു? വിശ്വസ്തരല്ലായിരുന്നു. യേശുക്രിസ്തു വിശ്വസ്തനാണ്. യേശുക്രിസ്തു നയിക്കുന്ന നിങ്ങളും ആരാകണം. ഇതാ പോയിന്റ്. മനസ്സിലായോ? ഇതാണ് അവിടുത്തെ വിഷയം. ആ കാര്യമാണ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്രയേലിന്റെ പരാജയത്തിന്റെ ചരിത്രം എടുത്തു കാണിച്ചിട്ട് അതിന്റെ ഫുൾ റിലവൻസ്, അതിന്റെ സകല പ്രസക്തിയോടും വിത്ത് ഫുൾ ഫോഴ്സ് ആ കാര്യം പറയാം. പിന്നെ സ്വസ്ഥതയെ കുറിച്ച് പറയുന്നുണ്ട്, സബത്ത് റെസ്റ്റിനെ കുറിച്ച്. ആ കാര്യം ഞാൻ അടുത്ത ആഴ്ച വിശദമായിട്ട് പറയും. 3 വിധത്തിലുള്ളതാകുന്ന സബത്ത് അനുഭവത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്.
ഒന്ന്, ദൈവത്തിന്റെ ശബത്തിനെ കുറിച്ച് 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ പാസേജിൽ മുഴുവൻ. 2, ഇസ്രായേല്യർ കനാൻ ദേശത്ത് അനുഭവിച്ച ആ ശബത്ത് അനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. 3, പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആത്യന്തികമാകുന്ന വിശ്രമാനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 3 ശബത്ത് അനുഭവത്തെ കുറിച്ച് പറഞ്ഞ് ഈ കാര്യം വിശദീകരിക്കുകയാണ്. സ്തോത്രം. ഞാൻ so much of heavy stuff. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ദൈവസന്നിധാനത്തിൽ ഒരു നിമിഷം നമുക്കൊന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നമ്മൾ ദൈവവചനം കേട്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. വളരെ ആഴമാകുന്ന ഉപദേശം കൊടുത്തിട്ട് അതിനെ പ്രായോഗികമായിട്ട് അവരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മോടുള്ള ബന്ധത്തിൽ നമ്മൾ അവരോട് സംസാരിച്ച വചനത്തിൽ കൂടെ ഇന്ന് നമ്മൾ അവിടുത്തെ ശബ്ദം കേട്ടുവരിക. നമ്മുടെ പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് അതിനെ ഒന്ന് അപ്ലൈ ചെയ്യാം. കർത്താവേ, ഞാൻ ആയിരിക്കുന്ന എന്ന ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പക്ഷേ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ആ സിറ്റുവേഷൻ ഒരു ഇമ്പോസിബിൾ സിറ്റുവേഷൻ ആണെങ്കിലും മറന്നു പോകരുത് 4-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന നല്ല മഹാപുരോഹിതനുള്ളവരുണ്ട്. ആ മഹാപുരോഹിതന്റെ അടുത്തോട്ട് ചെന്നാൽ നമുക്ക് കൃപ തരും, നമുക്ക് ശക്തി തരും. ദൈവവചനം അനുസരിച്ച് അവിടുന്ന് എങ്ങനെ വിശ്വസ്തനായിരിക്കുന്നു അതുപോലെ വിശ്വസ്തയോടെ നമുക്ക് നല്ല ഒരു അന്തമുണ്ടാകാൻ, മനുഷ്യപുത്രന്റെ നാളിൽ നമ്മൾ വിശ്വസ്തയോടെ നിൽപ്പാൻ നമ്മൾ പ്രാപ്തരാകേണ്ടതാണ്. ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് ആ നല്ല ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ആ കമ്പാഷനേറ്റ് ആയിട്ടുള്ള മഹാപുരോഹിതൻ, നമ്മുടെ ഫെയിലിയേഴ്സിനെ ഓർത്തിട്ട് നമ്മളെ അങ്ങ് ചവിട്ടി പുറത്താക്കാത്ത ആ ഫെയിലിയേഴ്സ്, നമ്മുടെ പരാജയങ്ങളെ ഉൾക്കൊള്ളുന്ന, it is all right my child, I will help you, I will give you grace, ഞാൻ നിനക്ക് കൃപ തരാം. ആ കാര്യത്തിൽ it is all right, അത് കുഴപ്പമില്ല, ഞാൻ നിനക്ക് കൃപ തരാം, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ഓവർകം ചെയ്യാനായിട്ട് ഈ വിശ്വസ്തയോടെ എന്നെ പിൻപറ്റാൻ ഞാൻ നിനക്ക് കൃപ തരാം എന്ന് പറഞ്ഞ് നമ്മെ സഹായിക്കാനുള്ള നല്ല മഹാപുരോഹിതന്റെ അടുത്തേക്ക് നമുക്ക് വിശ്വാസത്തോടെ ചെല്ലാം. നമ്മുടെ ഭാര്യങ്ങളെ അവിടുത്തെ പാദപീഠത്തിലിടാം. നമുക്ക് കഴിയത്തില്ലെന്ന് അങ്ങയോട് പറയാം. ആ പൊന്ന് കർത്താവിനോട് പറയാം, കർത്താവേ, എനിക്ക് കഴിയത്തില്ല, അവിടുന്ന് സകലവും കഴിയുമല്ലോ, എന്നെ സഹായിക്കണമേ. താഴ്മയോടെ നമ്മുടെ കുറവുകളെ ദൈവസന്നിധാനത്തിൽ സമ്മതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരൊരാൾക്ക് ദയവായി പ്രാർത്ഥിക്കാം.